അർജുൻ്റെ റെസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കൂടുതൽ പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. സോ ഒരു 500 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അർജുൻ്റെ കാര്യത്തിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. കാരണം ഈ ഒരു ഡ്രഡ്ജർ എന്ന് പറയുന്ന സംഭവം ഇവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. പക്ഷേ ഇതുവരെ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇപ്പോൾ 1-2 ആഴ്ച കഴിയുന്നു, എന്നിട്ട് പോലും ഡ്രഡ്ജർ വന്നിട്ടില്ല. അതിൻ്റെ ചിലവും മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ആ ഒരു കോടി രൂപ കർണാടക സർക്കാർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് നടത്തും. പിന്നെ അവർ എല്ലാം വന്ന് പരിശോധിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല, ആ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അടുത്ത ആഴ്ച ചിലപ്പോൾ കർണാടകയിൽ ആ ഒരു സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള മഴയുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും തടസ്സം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം, ഇത്ര നോട്ടിൽ കൂടുതൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ചിലപ്പോൾ ഒരു ഡ്രഡ്ജറൊക്കെ ഇറക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം, കാലാവസ്ഥ ചതിക്കില്ല എന്ന് വിചാരിക്കാം. ആദ്യത്തെ രക്ഷാപ്രവർത്തനം വീണ്ടും ആ ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ പുനരാരംഭിക്കും എന്ന് തന്നെ വിചാരിക്കും. സോ ഫൈനലി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഡ്രഡ്ജർ അടുത്ത ആഴ്ച പകുതിയോടെ വരുമെന്ന് പറയുന്നു. ആ ഒരു സമയത്തോട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. ബട്ട് ആ ഒരു സമയത്ത് കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതകളും ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടാൽ അറിയണം. എന്തായാലും വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെയാണ്.